الحمد لله الذي خلق الإنسان وعلمه البيان نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وقال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള സംഘടനാ നേതാക്കൾ, സദസ്സിലുള്ള പണ്ഡിതന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, വളരെ ഗൗരവത്തിലുള്ള സുപ്രധാനമായ ഒരു ക്ലാസ് നമ്മളിപ്പോൾ ശ്രവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വലിയൊരു സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഈയൊരു തദ്കിറ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിന്റെ സന്ദർഭമാണ്. കാരണം എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു തദ്കിറ ഒരുപക്ഷെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതാണ്. ഇത്രയധികം സന്തോഷം നൽകുന്ന ഒരു ദിവസം ഒരുപക്ഷെ IMB നമ്മളെ തദ്കിറ തുടങ്ങിയതിനു ശേഷം ഉണ്ടായിട്ടില്ല എന്ന് സന്തോഷത്തോടെ പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ആ ഒരു സമാഗമത്തിന് മനോഹരമായൊരു തുടക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാന്യനായ ഗഫൂർ സാഹിബിന് കൂടുതൽ ചിന്തയും പഠനവും കൂടുതൽ ശക്തമായി ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള തൗഫീഖും അല്ലാഹു നൽകുമാറാവട്ടെ. ഇങ്ങനെയാണ് ഒത്തൊരുമ കൊണ്ട് കിട്ടുന്ന കുറെ അനുഗ്രഹങ്ങളാണ്. ഇന്നലെ വരെ കേൾക്കാതിരുന്ന ചില ശബ്ദങ്ങൾ അത് ഹൃദയത്തിൽ വല്ലാതെ പോറലേൽപ്പിക്കുന്നുണ്ട്. വലിയ സന്തോഷമാണത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹം അത് വലുതാണ് റബ്ബേ. നിരന്തരമായി നമുക്ക് പറയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി പറയുകയാണ്. കോട്ടക്കൽ മേഖലയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും നിങ്ങളുടെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു പ്രാർത്ഥന കൂടെ ഉണ്ടാവട്ടെ. നാഥ, ഈ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്നതിന് ഒരു സന്ദർഭത്തിലും ഒരിടത്തും ഒരു വിള്ളലും ഏൽക്കല്ലേ റബ്ബേ എന്ന് ഇനിയൊരു പ്രയാസം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരലേ അല്ലാ എന്ന് റബ്ബിനോട് നിരന്തരമായി
ദുആ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ഉണർത്തുകയാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഖുർആനിലെ ഉപമകൾ, പരിശുദ്ധ ഖുർആനിന്റെ മസലുകളിലൂടെയുള്ള സഞ്ചാരം. ഞാൻ 10 വിഷയങ്ങൾ തൗഹീദുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് 10 ഉപമകളാണ് ഞാൻ ശരിക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ 10 വിശാലമായി സംസാരിക്കാൻ ഇവിടെ നമുക്ക് സാധ്യമല്ല. വളരെ പ്രധാനപ്പെട്ട ചിലത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തലാണ് എന്റെ ലക്ഷ്യം. ഉപമകൾ അതെപ്പോഴും വിശാലമായ ഒരു വാചകത്തേക്കാൾ, വിശാലമായ ഒരു പേജിനേക്കാൾ ഹൃദയാന്തരാളങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ശക്തമായ ജ്വാലകളാണ് ഒരു ഉപമ എന്ന് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിന്റെ ഉപമാലങ്കാരം ഏറെ സുന്ദരമാണ്. ആ ഉപമകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ അതിന്റെ മുന്നിൽ അങ്ങേയറ്റം അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ നിന്നു പോകും. പരിശുദ്ധ ഖുർആനിന്റെ ഉപമകളെ തകർക്കാൻ എല്ലാ കാലത്തും ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ഖുർആനിന്റെ ഈ പ്രയോഗങ്ങൾ? ഇത്തരം മഹത്വരമെന്ന് പറയപ്പെടുന്ന ഖുർആൻ, ദൈവിക ഗ്രന്ഥമെന്നറിയപ്പെടുന്ന ഖുർആൻ എന്തിനാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഉപമിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു ഖുർആനിന്റെ എതിരാളികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശക്തമായ മറുപടി കൊടുത്തു. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊലതൻ ഫമാ ഫൗഖഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊതുകിനെയോ കൊതുകിനേക്കാൾ താഴെയുള്ളതിനെയോ ഉപമിക്കുന്നതിന്, ഉദാഹരണമായി പറയുന്നതിന് അല്ലാഹു ലജ്ജിക്കുന്നില്ല. ഫഅമ്മല്ലദീന ആമനൂ ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാകും ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഹക്കായ യഥാർത്ഥമായ വിഷയമാണ്. അതേ സമയത്ത് വഅമ്മല്ലദീന കഫറൂ ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസല. ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ചോദിക്കും, എന്താണ് ഈ ഉപമ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് എന്ന്. പരിശുദ്ധ ഖുർആനിന്റെ ഉപമയിലേക്ക് കടന്നുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ വെറും ഉപമയായി സംസാരിച്ചതല്ല. ഖുർആൻ ഹുക്കുമുകൾ മാത്രം പറയുന്ന ഗ്രന്ഥമല്ല. ഖുർആൻ അഹ്കാമുകൾ, നിയമങ്ങൾ മാത്രം പറയുന്ന ഗ്രന്ഥമല്ല. പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ നാനോന്മുഖമായ പുരോഗതിക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന, അവർക്ക് ഏറ്റവും നല്ല മാർഗം കാണിച്ചു കൊടുക്കുന്ന മാർഗദർശക ഗ്രന്ഥമാണ്. അതിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഉപമ എന്ന് പറയപ്പെടുന്നത്. വിശാലമായ ഒരു സംസാരത്തെ വളരെ ചുരുക്കി ഒരു ഉപമയിൽ ഒതുക്കുന്നു അള്ളാഹുവിന്റെ ഖുർആൻ. എന്തിനാണ് അള്ളാഹു ഉപമ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് ഉപമ കൊണ്ടുള്ള പ്രത്യേകത? ഖുർആനിൽ ധാരാളം ഉപമകളുണ്ട്. വലഖദ് സർറഫ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ ഫഅബാ അക്സറുൻ നാസി ഇല്ലാ കുഫൂറാ. അല്ലാഹു പറയുന്നു, വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ. തീർച്ചയായും ഈ ഖുർആനിൽ എല്ലാവിധ ഉപമകളും ജനങ്ങൾക്ക് വേണ്ടി വിവിധ രൂപത്തിൽ നാം വിവരിച്ചിട്ടുണ്ട്. ഫഅബാ അക്സറുൻ നാസി ഇല്ലാ കുഫൂറാ. എന്നാൽ മനുഷ്യരിൽ അധിക ആളുകളും നിഷേധിക്കാനല്ലാതെ,
മനസ്സു വന്നിട്ടില്ല, നിഷേധിക്കാനല്ലാതെ അവർ മുന്നോട്ട് വന്നിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു. എല്ലാത്തരം ഉപമകളും ഖുർആനിലുണ്ട്. എല്ലാ രൂപത്തിലുള്ള ഉപമകളും ഖുർആൻ പറഞ്ഞു. ജന്തുജാലങ്ങളുമായി ബന്ധപ്പെട്ട ഉപമ പറഞ്ഞു. പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഉപമാലങ്കാരത്തിൽ കൊണ്ടുവന്നു. മനുഷ്യ ശരീരത്തിനെ പ്രത്യേകമായ ചില ആവിഷ്കാരങ്ങൾ ഉപമാലങ്കാരത്തിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചിന്താപരമായ വിഷയങ്ങൾക്കും അല്ലാഹു ഉപമാലങ്കാരം കൊണ്ടുവന്നു. എല്ലാ മേഖലകളിലും കൃത്യമായ ചില ഉപമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപമ പറഞ്ഞതെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. ആ ഉപമകളൊക്കെ നാം ജനങ്ങൾക്ക് വേണ്ടി ഉദാഹരിക്കുകയാണ്. വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. വിവരമുള്ള ആളുകൾക്കല്ലാതെ അത് മനസ്സിലാവുകയില്ല. ശരിക്ക് കാര്യങ്ങൾ തിരിയുന്ന ആളുകൾ, കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള ഉപമയിൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനവും അതോടൊപ്പം തന്നെ ഗുണപാഠവും ലഭിക്കുന്നത് അതിനെക്കുറിച്ച് ആലോചനയുള്ളവർക്കാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിത ലോകം പറഞ്ഞൊരു വാചകൻ, ഫിൽ ആയത്തി ദലാലത്തുൻ അലാ അന്നൽ അംസാല ശവാഹിദുൽ ലിൽ മഅനൽ മുറാദ് വഹിയ ഖാസിയത്തുൽ അഖ്ലി വലുബ്ബിഹി വസമറതിഹി മിൻ അഖ്ലിഹാ വഫഹ്മിഹാ യകൂനു മിനൽ ഉലമാഇർ റബ്ബാനിയീന വൽ അത്ഖിയാഇ അൽ അൻഖിയാ. ഈ ഉപമയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളണമെങ്കിൽ ശരിക്ക് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ വിവേചിച്ചറിയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടൂ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അഖൽതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫ മസൽ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 1000 ഉപമ മനസ്സിലാക്കിയിട്ടുണ്ട്. നബിതങ്ങളിൽ നിന്ന് ഞാൻ 1000 ഉപമ പഠിച്ചു എന്ന് ഈ പറഞ്ഞ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, വഹാദിഹി മൻഖിബത്തുൻ അളീമത്തുൻ ലിഅംർ ബിൻ ആസ് എന്നാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ സ്ഥാനം കാണിക്കുന്നതാണ് ആ വാചകം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉപമകൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആലിമുകൾക്ക് മാത്രമാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരാളെ ഞാനൊരു ഉദാഹരണം പറയാം. ഉപമയായി ഒരാളെ ഒരു വിഷയം പറയുമ്പോൾ ഉപമയുടെ തശ്ബീഹിന്റെ ഉപമയുടെ എല്ലാ വിശേഷണങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കും തശ്ബീഹ് ചെയ്യാം. അവൻ നരിയാട്ടോ ഓൻ പുലിയാട്ടോ എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് പുലിയെപ്പോലെ ദ്രംഷ്ടങ്ങളും വാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ആരും പറയില്ല. അതിൽ നിന്ന് കാര്യം പഠിച്ചവർക്കറിയാം ഈ പുലിയുടെ ഏതോ ഒരു വിശേഷണം ആ മനുഷ്യനിൽ പ്രകടമായിട്ടുണ്ട്, അതുകൊണ്ടാണ് അയാളെ പുലി എന്ന് വിളിച്ചത് എന്നാണ്. എന്തായിരിക്കും? പലപ്പോഴും അങ്ങനെ ഉപമിക്കാറുള്ളത് ഷജാഅത്തിനെ ആയിരിക്കും. അതിന്റെ വജ്ഹു തശ്ബീഹ് എന്ന് പറയുന്നത് ഉപമിക്കാനുള്ള കാര്യം വിഷയമെന്ന് പറയുന്നത് ഷജാഅത്താണ്, ധീരതയാണ്. ഇതേ രൂപത്തിലും കാണാം, അതല്ലാത്ത രൂപത്തിലും കാണാം. സമ്പൂർണമായ രൂപത്തിൽ ഉള്ള ഉപമാലങ്കാരവും പരിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞത് കാണാൻ നമുക്ക് സാധിക്കും. ഇനി ഖുർആനിന്റെ ഉപമ 2 രൂപത്തിലാണ്. 2 രൂപത്തിലാണ് ഖുർആനിന്റെ ഉപമ. ഒന്ന് അൽ മസലു സ്വരീഹ് എന്ന് പറയാം, വ്യക്തമായ ഉപമ.
അത് കേട്ടാൽ കൂടുതൽ ചിന്തിക്കേണ്ടി വരില്ല, ഗഹനമായി പഠിക്കേണ്ടി വരില്ല, പെട്ടെന്ന് മനസ്സിലാകും എന്താണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ കാണാം, മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറാ ഫലമ്മാ അദാഅത് മാ ഹൗലഹു ذهب الله بنورهم وتركهم في ظلمات لا يبصرون. സൂറത്ത് ബഖറയിലെ ഈ ആയത്ത് കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി സംഗതി എന്താണ് അല്ലേ. മസലുഹും, അവരുടെ ഉപമ, കമസൽ, ആരെ പോലെയാണെന്നറിയോ, കമസലിൽ ലദി ഇസ്തൗഖദ നാറാ, തീ കത്തിച്ചു വെച്ച ഒരുവന്റെ ഉപമ പോലെയാണ്. ഫലമ്മാ അളാഅത് മാ ഹൗലഹു, അയാളുടെ ചുറ്റുഭാഗങ്ങളെ അയാൾ കത്തിച്ചു വെച്ച തീ പ്രകാശിപ്പിച്ചപ്പോൾ, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തതാ ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ളുലുമാതിൻ ലാ യുബ്സിറൂൻ. അങ്ങനെ കണ്ണ് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേക്ക് അല്ലാഹു അവരുടെ പ്രകാശം അങ്ങ് അണച്ചു കളഞ്ഞു. അതോടെ അവർ ഇരുട്ടിൽ വീണു പോവുകയാണ്. പരിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ് ഈ പ്രയോഗം. ഇതൊരു ഉപമയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഉപമ എത്രയും പെട്ടെന്ന് മനസ്സിലായി ഒരാളുടെ മനസ്സിലേക്ക്. അതെന്താ പറഞ്ഞത്, എന്താണ് ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചെന്ന് വളരെ വ്യക്തമായി മനസ്സിലായി. ഇങ്ങനെ സ്വരീഹായി കൂടുതൽ ചിന്തിക്കാതെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഉപമയുണ്ട്. ആ ഉപമ ഖുർആന്റെ ഒരു ശൈലിയാണ്. രണ്ടാമത്തെ ഒരു ശൈലിയുണ്ട്. രണ്ടാമത്തത് അൽ കാമിൻ എന്നാ പറയാം, മറച്ചു പറയാം, വ്യംഗ്യമായി പറയാം. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റൊന്ന് മറച്ചു പറയുക എന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹ് വറിദ്വാനിൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ഉപമ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭക്തിയിലും അവന്റെ പ്രീതിയിലും തന്റെ കെട്ടിടം സ്ഥാപിച്ചവനോ, അതല്ല പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മണൽത്തിട്ടയുടെ വക്കത്ത് കെട്ടിടം സ്ഥാപിക്കുകയും എന്നിട്ടത് തന്നെയും കൊണ്ട് നരകാഗ്നിയിൽ പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നവനോ കൂടുതൽ ഉത്തമൻ. രണ്ട് കാര്യങ്ങൾ റബ്ബ് പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനുള്ള ഭക്തിയും തൃപ്തിയും അതിന്റെ മേൽ കെട്ടിടമുണ്ടാക്കിയവൻ. മറ്റൊരുത്തൻ പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മൺതിട്ടയുടെ മുകളിൽ കെട്ടിടം ഉണ്ടാക്കി, അതാകട്ടെ അവനെയും കൊണ്ട് നേരെ അഗ്നിയിലേക്ക് വീണു പോവുകയും ചെയ്യാം. ഇവനോ നല്ലത്, അവനോ നല്ലത്? ഒറ്റ ഉത്തരം നമുക്ക് പെട്ടെന്ന് പറയല്ലേ. എന്താ പറയാ, മറ്റവനാ നല്ലതെന്ന് പറയും. ഇവിടെ വീട് പണി അല്ല അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ശരിക്കും വീട് പണി ഉദ്ദേശിച്ചിട്ടേ ഇല്ല. മറിച്ചെന്താ, ഭക്തിയും തൃപ്തിയും എന്ന് പറഞ്ഞത് ദലാലാത്തുകളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ, തെളിവുകൾ, പ്രമാണങ്ങളെയാണ് പറഞ്ഞത്. പ്രമാണങ്ങളുടെ മേൽ കർമ്മങ്ങൾ കെട്ടിയുണ്ടാക്കിയവനാണോ നല്ലവൻ, അതല്ല ഏത് സമയത്തും തകർന്നു പോകാവുന്ന അടിത്തറയുടെ മേൽ കർമ്മങ്ങൾ പണിതുയർത്തിയവനാണോ ഉത്തമൻ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരല്പം എന്ത് ചെയ്യണം, ഇറങ്ങണം. ഇങ്ങനത്തെ മറച്ചു വ്യംഗ്യമായി വ്യക്തമായി മനസ്സിലാകാത്ത രൂപത്തിൽ ഉപമ പറയുന്ന രൂപവും അള്ളാഹുവിന്റെ ഖുർആനുണ്ട്. ഈ രണ്ട് രൂപത്തിലും പരിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ നമുക്ക് ഉപമ കാണാൻ പറ്റും. ഇനി ഒന്ന്, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ഉപമ വിവിധ വിഭാഗങ്ങളിലായിട്ടുണ്ട്. ഒന്നാമത്തെ നൗഅ് അത്തംസീലുൽ ഖസസി എന്നാണ് പറയാ. ചരിത്രങ്ങൾ ഉപമയാക്കി പറയാം.
ചരിത്രങ്ങൾ എടുത്തു വെച്ച് അതിനെ ഉപമയാക്കി പറയുക. പരിശുദ്ധ ഖുർആനിൽ കാണാം, ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. الله പറയാ, ضرب الله مثلا للذين كفروا, കാഫിറുകളായ ആളുകൾക്ക് അല്ലാഹു ഉപമ വിവരിക്കുകയാണ്. ഇംറഅത്ത നൂഹിൻ വംറഅത്ത ലൂത്ത്, നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ, കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ, നമ്മുടെ അടിമകളിൽപ്പെട്ട സ്വാലിഹികളായ 2 അടിമകളുടെ കീഴിലായിരുന്നു അവർ. ഫഖാനതാഹുമാ, അവർ 2 പേരും ആ പ്രവാചകന്മാരാകുന്ന ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, അല്ലാഹുവിന്റെ അടുത്തുനിന്ന് ഒരു ഉപകാരവും ഈ 2 പേരും അവർക്ക് ചെയ്തു കൊടുത്തില്ല. വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ, ആ 2 പേരോടും അല്ലാഹു നരകത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് അല്ലാഹു പറഞ്ഞത് ചരിത്രപരമായ ഉപമയാണ്. അതെന്താ ഉപമ? ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് പോലും അവിടെ കുതന്ത്രം പ്രയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞവർക്കുള്ള ഉപമ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാണ്. ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞ്? ഏറ്റവും നല്ല ഒരു ആദർശത്തിൽ, ആദർശ കുടുംബത്തിൽ ഏറ്റവും പരിപക്വമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസരം ഉണ്ടായിട്ടും ആ അവസരം മുതലാക്കാതെ ആ നയിക്കുന്നവരുടെ അവരെ ചതിച്ചുകൊണ്ട് ആ ആളുകളോട് കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ആളുകൾ, അഥവാ കൃത്യമായ ആദർശ ശുദ്ധിയിൽ ജീവിക്കാൻ കഴിയാത്ത ആളുകൾക്കുള്ള ഉപമയായി നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ അല്ലാഹു ഉപമിക്കുകയാണ്. ഇതിനെ അൽ മഥലുൽ ഖസസി എന്നാണ് പറയുക, ചരിത്രപരമായ ഉപമ എന്നാണ് പറയുക. ഇനി രണ്ടാമത്തതുണ്ട് അത്തംസീലു ത്വബീഇ എന്ന് പറയും. പ്രകൃതി വിഭവങ്ങളെ ഉപമയായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറയപ്പെട്ട വിഷയം ഒരുപക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് ഉദ്ദേശിച്ച വിഷയവുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ പറയപ്പെട്ട വിഷയം കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വലിയ ഒരു ഗുണപാഠം അതിൽ നിന്ന് കിട്ടും. അതിന്റെ തശ്ബീഹിനും വലിയ ഗുണപാഠമുണ്ട്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു പറയാൻ, ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. ഈ ആയത്ത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും പ്രപഞ്ചത്തിൽ അല്ലാഹു നിശ്ചയിച്ച സംവിധാനത്തെ ഉദാഹരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഇന്നമൽ ഹയാത്തുദ് ദുനിയ ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ലോകത്തിന്റെ ഉപമ എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്നത് മാത്രമാണ്. കമാഇൻ അൻസൽനാ മിനസ് സമാ, ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്ന ഒരു മഴ പോലെയാണ്, വെള്ളം പോലെയാണ്.
ഫഖ്തലത ബിഹി നബാതുൽ അർദി. ആ വെള്ളം അങ്ങനെ ഇറക്കുമ്പോഴേക്ക് അതാ കൃഷിയിടങ്ങൾ സജീവമാകുവാൻ ആകാശത്തു നിന്ന് ഇറക്കുന്ന വെള്ളം ഇടകലർന്ന് തോട്ടങ്ങൾ വളരാൻ കാരണമാവുകയാണ്. എങ്ങനെയുള്ള തോട്ടങ്ങളാണ്? മിമ്മാ യഅകുലുന്നാസു വൽ അൻആം, മൃഗങ്ങൾക്കും മനുഷ്യർക്കും തിന്നാൻ ആവശ്യമായ വിവിധങ്ങളായ ചെടികൾ ഇടകലർന്നുകൊണ്ട് വളർന്നു വരാൻ കാരണമാകുന്ന ആകാശത്തുനിന്ന് വന്നൊരു മഴ പോലെയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖുറുഫഹാ, അങ്ങനെ ആകാശത്തുനിന്ന് മഴ വന്ന് ഭൂമി അങ്ങനെ ചെടികൾ കൊണ്ട് സമൃദ്ധമായി അതിങ്ങനെ ഭംഗിയുള്ളതായി തീർന്നു കഴിയുമ്പോൾ, വസയ്യനത്, അത് നല്ല ഭംഗിയുള്ളതായി മാറി, വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ, അപ്പോൾ അതിന്റെ ഉടമസ്ഥരായ ആളുകൾ വിചാരിക്കും നമുക്കിതൊക്കെ കഴിയട്ടോ, നമുക്കിതെല്ലാം കഴിയും, നമുക്കിതിനൊക്കെ കഴിവുള്ളവരാ. കണ്ടോ, ഞാൻ നട്ട് നനച്ച് വളർത്തിണ്ടാക്കിയ കൃഷിയിടം നോക്ക്, എത്ര നല്ല സുന്ദരമായി നിൽക്കുന്നു, കണ്ടോ. ഇങ്ങനെ ആലോചിച്ചിരിക്കും. ഖുർആൻ പറയാണ്, ആ സമയത്താണ് അതാഹ അംറുനാ ലൈലൻ ഔ നഹാറാ, പകലോ രാത്രിയോ നമ്മുടെ കൽപ്പന വരികയായി. ഫജഅൽനാഹാ ഹസീദൻ കഅല്ലം തഗ്ന ബിൽ അംസ്, ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നാത്ത രൂപത്തിൽ നാം അതിനെ അങ്ങ് കൊയ്തെടുത്തു, അതിനെ അങ്ങ് തകർത്തു കളഞ്ഞു. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ. ഈ ആയത്തുകളൊക്കെ നാം വിശദീകരിച്ചിരുന്നു ചിന്തിക്കുന്ന ആളുകൾക്ക്. ഈ ആയത്ത് കേൾക്കുന്ന ഒരാൾക്ക് എന്താ തോന്നാം? ഈ ആയത്ത് കേൾക്കുന്ന ഒരാൾക്ക് എന്താ മനസ്സിലായത്? ദുനിയാവിൽ ദൈനംദിനമായി നടക്കുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് പറഞ്ഞത് എന്നല്ലേ? യഥാർത്ഥത്തിൽ അതാണോ? അതാണ്. എന്നാൽ അതാണോ? അതല്ല. യഥാർത്ഥത്തിൽ ഇത് ആയത്തിൽ നിന്ന് നേർക്കുനേരെ മനസ്സിലാക്കുന്നതാണ്. അതിന്റെ ഉള്ളിൽ വേറൊരു ഉപമയുണ്ട്. അതുകൊണ്ടാണ് ഇന്നമാ മസലുൽ ഹയാത്തു ദുനിയ എന്നുള്ള പറഞ്ഞത്. ദുനിയാവിന്റെ ഉപമ, ദുനിയാവിന്റെ ഉപമ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇത് കൃഷിയിടമാണെങ്കിൽ നേരെ മനുഷ്യരിലേക്ക് വാ, മനുഷ്യരിലേക്ക് സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഈ ഉപമ ഏറ്റവും നല്ലതായി നമുക്ക് തോന്നുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മനുഷ്യന്മാരെല്ലാം, മനുഷ്യർ അവന്റെ ജനനവും അവന്റെ വളർച്ചയും, ആ വളർച്ച കാണുമ്പോഴുണ്ടാകുന്ന ഭംഗിയും, ആ ഭംഗിയെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെടുന്നനെ അതെല്ലാം നശിച്ചു പോകുന്നത്. ഒരൊറ്റ നിമിഷം മതി. കഅല്ലം തഗ്ന ബിൽ അംസ്, ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നാത്ത രൂപത്തിൽ അതങ്ങട്ട് നശിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ അല്ലാഹു ഒരു ഉപമ ഖുർആനിൽ പറയാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം ഇങ്ങനെയാണ്. ഇങ്ങനെ അല്ലാഹു ധാരാളം സ്ഥലങ്ങളിൽ ഉപമ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേർക്ക് നേരെ ഉപമയിലേക്ക് കടക്കാം. നേർക്ക് നേരെ ഉപമയിലേക്ക് വരികയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഖുർആനിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ഉപമ തൗഹീദുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിച്ചിട്ടുള്ള ഉപമകളെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നഫ്സിനെയും അള്ളാഹുവിന് പുറമെ വിളിച്ച് തേടപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ആ വസ്തുക്കളെയും അള്ളാഹു ഉപമിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ളറബല്ലാഹു മസലൻ അബ്ദൻ മംലൂകൻ ലാ യഖ്ദിറു അലാ ശൈഇ വമൻ റസഖ്നാഹു മിന്നാ റിസ്ഖൻ ഹസനാ فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون
وضرب الله مثلا رجلين أحدهما أبكم لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأتي بخير هل يستوي هو ومن يأمر بالعدل وهو على صراط مستقيم. രണ്ട് ആയത്തുകളാണിത്. രണ്ടായത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ വളരെ സുപ്രധാനമായ ഈ വിഷയത്തിലുള്ള ഒരു ആയത്താണിത്, ഒരു ഉപമയുമാണ്. രണ്ട് ഉപമകൾ അല്ലാഹു പറഞ്ഞു. ഒന്നാമത് അല്ലാഹു പറഞ്ഞു ലറബല്ലാഹു മസലൻ അബ്ദൻ മംലൂകൻ ലാ യഖ്ദിറു അലാ ഷൈഇൻ. അല്ലാഹു ഒരാളെ ഉപമിക്കുകയാണ്. ആ ആള് അടിമയാണ്, അയാൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഒന്നിന്റെ മേൽ ഉടമസ്ഥാവകാശമില്ലാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അടിമയെ അള്ളാഹു ഉപമിക്കുന്നു. മറ്റേതാരാണ്? വമൻ റസഖ്നാഹു മിന്നാ റിസ്ഖൻ ഹസന വഹുവ യുൻഫിഖു മിന്നു സിർറൻ വജഹറ. വേറൊരാളുണ്ട്, നാം നമ്മുടെ വിഹിതത്തിൽ നിന്ന് നന്നായി അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു? രഹസ്യമായും പരസ്യമായും അതിങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു ചോദിക്കുന്നു, ഹൽ യസ്തവൂൻ, ഇവർ രണ്ടാളും തുല്യമാണോ? അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അല്ലാഹുവിന്. ബൽ അക്സറുഹും ലാ യഅലമൂൻ, ഭൂരിപക്ഷ ആളുകളും അറിയുന്നില്ല. അല്ലാഹുവിന്റെ ഉപമ നോക്ക്. രണ്ടാളുകളെ അല്ലാഹു ഉപമിച്ചു. ഒന്ന് അബ്ദുൽ മംലൂക്ക്, അടിമയായ മനുഷ്യനാണ്. ഒന്നും ഉടമസ്ഥാവകാശമില്ലാത്ത ഒരടിമ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരടിമ. മറ്റേയാളോ ആവശ്യത്തിനധികം സാധനങ്ങൾ കയ്യിലുണ്ട്, അയാൾ പരസ്യമായും രഹസ്യമായും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ രണ്ടിൽ ആരാ നല്ലത്? ഈ രണ്ടുപേരുടെ കൂട്ടത്തിൽ ആരാ നല്ലത്? ഇവ രണ്ടും തുല്യമാകണം എപ്പോഴെങ്കിലും? ഇല്ല. പക്ഷെ ഇത് മഹാഭൂരിപക്ഷ ആളുകൾക്കും അറിയില്ല. ഇനി രണ്ടാമത്തെ ഉപമ കേട്ടോ. അല്ലാഹു പറയാണ്, വലറബല്ലാഹു മസലൻ റജുലൈനി, രണ്ടാളുകളെ അല്ലാഹു ഉപമിക്കുകയാണ്. അഹദുഹുമാ അബ്കമു, അതിൽ ഒന്നാമത്തെ ആള് എന്ന് പറഞ്ഞാൽ മുണ്ടൂല, അബ്കമാണ് അയാൾ. മാത്രമല്ല ലാ യഖ്ദിറു അലാ ഷൈഇൻ, ഒരു കഴിവില്ലാത്ത മനുഷ്യൻ, ഒന്നും ചെയ്യാൻ കഴിയില്ല. വഹുവ കല്ലുൻ അലാ മൗലാഹു, അയാൾ അയാളുടെ യജമാനന് ഒരു ഭാരവുമാണ്. ഖുർആനിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഈ വാചകം. എന്ത് കല്ല് എന്ന പ്രയോഗം ഖുർആനിൽ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഓതുന്ന ആളുകൾ. നമ്മൾ കുല്ലിങ്ങനെ ഓതി വന്നിട്ട് എല്ലായിടത്തും നമുക്ക് കുല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെയും എന്ത് പറയും? കുല്ലുൻ അലാ മൗലാഹു എന്ന് വായിച്ചു കളയും. അവിടെ കല്ലുൻ എന്നാണ്. ഖുർആൻ മാത്രമുള്ള ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഒരു സ്ഥലത്ത് അലൈഹി എന്ന് മാത്രമേ നമ്മൾ വായിച്ചിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് ഖുർആൻ അലൈഹു എന്നുണ്ട്. അലൈഹി എന്നല്ലാതെ അലൈഹു എന്ന വായിക്കാം. അവിടെ എല്ലാ സ്ഥലത്തും യൗമ ഇദിൻ എന്ന വായിക്കാം. ഒരു സ്ഥലത്ത് അല്ലാഹു യൗമി ഇദിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. യൗമ ഇദല്ല, യൗമി ഇദിൻ. അത് ഖുർആനുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പോ ഇവിടെ അല്ലാഹു പറയുന്നു വഹുവ കല്ലുൻ. ഈ കല്ല് എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരു ഭാരാണ്. കല്ല് എന്ന് പറഞ്ഞ സാധനം തന്നെ ഒരു ഭാരാണ്. അതൊരു മുടക്ക സാധനമാണ്, അല്ലേ? ചോറിന്റെ സമയത്ത് കല്ല് കടിച്ച എന്താ പറയാ? ഒരു മോശം പരിപാടിയാണ്. ആ പദത്തിന് ആപ്റ്റായ മനുഷ്യനാണ് ആര്? ഈ അടിമ. വഹുവ കല്ലുൻ അലാ മൗലാഹു, അവൻ അവന്റെ യജമാനന് കല്ലുമാണ്. ഈ ആളെ വെച്ചിട്ട് അല്ലാഹു ചോദിക്കാണ്, ഐനമാ യുവജ്ജിഹു ലാ യഅതി ബിഖൈർ, എങ്ങോട്ട് പോയാലും ഒരു നന്മയും അവനെ കൊണ്ട് കിട്ടൂല. നമ്മളെ നാട്ടിൽ പറയാം ആര് ചന്തക്ക് പോയെന്ന് പറയും. ഒരു ഗുണം ഉണ്ടാവില്ല, ഒരു ഗുണം ഉണ്ടാവാത്ത ഒരുത്തൻ. എന്നിട്ട് അല്ലാഹു ചോദിക്കാണ്, ഹൽ യസ്തവി ഹുവ, ഇവൻ തുല്യമാണോ? വമൻ യഅ്മുറു ബിൽ അദ്ൽ വഹുവ അലാ സിറാത്തി മുസ്തഖീം, നീതി കൽപ്പിക്കുകയും നേരായ മാർഗത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരുവനും ഇവനും തുല്യമാണോ?
മനസ്സിലായോ? ഇവിടെ രണ്ടിടത്തും അള്ളാഹു ഉപമിക്കുന്നത് സ്വന്തം നഫ്സിനെയും അള്ളാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളെയുമാണ്. ശ്രദ്ധിക്കണേ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളി. ഒന്നല്ലാഹു പറഞ്ഞത് അബ്ദൻ മംലൂക്കൻ ലാ യഖ്ദിറു അലാ ശൈ, ഒന്നിനും കഴിയാത്ത അടിമ, ഒരു ഉടമസ്ഥാവകാശവും ഇല്ലാത്ത, ഒന്നും സാധിക്കാത്ത ഒരു അടിമ. അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, വിളിച്ചു തേടപ്പെടുന്ന, സഹായം അഭ്യർത്ഥിക്കപ്പെടുന്ന ഏതൊക്കെ വകുപ്പുകൾ, സാധനങ്ങളുണ്ടോ അതിനെ എല്ലാത്തിനെയും അള്ളാഹു അവിടെ അങ്ങോട്ട് ഒരുമിച്ച് കൂട്ടി അബ്ദ് മംലൂക്കിൽ. ഒന്നിനും ഒന്നും സാധിക്കൂല. ചില ആളുകളൊക്കെ പറയാം, അല്ല അങ്ങനെ അവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, അല്ല ഓലെ പോയ കിട്ടൂലേ എന്ന് ചില ആളുകളൊക്കെ ചോദിക്കും. ഇല്ല, കിട്ടൂല. അല്ല പറഞ്ഞതാണ് ഒരു അബ്ദ് മംലൂക്കാണ് അയാൾ. ഇനി രണ്ടാമത്തത് അള്ളാഹു പറയുന്നത് അബ്കമാണ്, ലാ യഖ്ദിറു അലാ ശൈഇൻ വഹുവ കല്ലാണ്, പിന്നെ ലാ യഅതി ബി ഖൈറാൻ. 4 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു കേട്ടോ. എന്തൊക്കെ പറഞ്ഞു? ഒന്ന് അബ്കമാണ്, മുണ്ടൂല. രണ്ടാമത് അള്ളാഹു പറയുന്നു അയാൾ ആരാണ്? ലാ യഖ്ദിറു അലാ ശൈഇൻ, ഒരു കഴിവില്ലാത്തവനാണ്. മൂന്നാമത്തത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ യജമാനന് ഭാരമാണ്. നാലാമത്തത് എങ്ങോട്ട് പോയാലും ഒരു നന്മയും കൊണ്ടുവരാത്ത ആളാണ്. ഈ 4 ഗുണങ്ങളും അള്ളാഹു ഉപമിച്ചത് അള്ളാഹു അല്ലാത്ത ആളുകൾക്കാണ്. അള്ളാഹുവിന് പുറമെ വിളിച്ച് തേടപ്പെടുന്ന ആളുകൾക്ക് മുഴുവനും അള്ളാഹു കൊടുത്ത വിശേഷണം അത്. ഒരു മുണ്ടൂല. ഏതെങ്കിലും ഒരാൾ മുണ്ടിയെന്ന് പറഞ്ഞ അള്ളാഹു അല്ലാതെ വിളിച്ച് തേടപ്പെടുന്ന ആളുകൾ, വിളിച്ച് തേടിയിട്ട് തേടപ്പെട്ട ആളുകൾ മുണ്ടിയതായിട്ടൊരു തെളിവെന്ന് പറഞ്ഞ ഒരിടത്തൊന്നും ഇല്ല. അങ്ങനെ മുണ്ടാൻ അവർക്ക് സാധ്യമല്ല, അവർക്ക് മിണ്ടാൻ കഴിയില്ല. രണ്ടാമത്തതോ അവർക്കൊരു വസ്തുവിനും കഴിവൂല. ലാ യഖ്ദിറു അലാ ശൈ, ഒന്നിനും കഴിയൂല എന്നല്ല പറയാണ്. ഒന്നിനും കഴിയൂല. മനുഷ്യൻ വിളിച്ചു തേടപ്പെടുന്ന വസ്തുക്കളിൽ ഒന്നിനും ഒരു കഴിവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മൂന്നാമത്തത് അവനവന്റെ യജമാനന് ഭാരമാണ് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് അവന്റെ ആളുകൾക്ക് തന്നെ ഭാരാണെന്ന് അർത്ഥം. ഓനെ കൊണ്ടടക്കുന്ന ആളുകൾക്ക് തന്നെ അവൻ ഭാരമാണ്. നാലാമത്തത് എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു നന്മയും അയാൾ കൊണ്ടുവരില്ല. ഇത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾക്കുള്ള ഉപമ. ഈ ആളുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. എന്നാൽ അള്ളാഹുവോ അവൻ നീതി കൽപ്പിക്കുന്നവനാണ്, നീതിയിൽ നിലനിൽക്കുന്നവനാണ്, എല്ലാ സ്ഥലത്തും കൃത്യമായ അതിലുള്ളവനാണ് അള്ളാഹു. രണ്ടാമത്തത് നേരായ മാർഗമാണ് അള്ളാഹുവിൻ്റെത്, ആ നിലക്ക് നിൽക്കുന്നവനാണ് അള്ളാഹു. ഈ 2 കാര്യങ്ങളിൽ ആരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ഇത് റബ്ബിന്റെ നഫ്സിനെ, അള്ളാഹുവിനെയും അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെയും ഉപമിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇനി പരിശുദ്ധ ഖുർആനിലെ 2ാമത്തെ ഭാഗം, മസൽ ഉപമയിൽ 2ാമത്തെ മേഖലയാണ്. കലിമത്തു തൗഹീദിനെയും കലിമത്തു ശിർക്കിനെയും അള്ളാഹു ഉപമിക്കുന്നു. കലിമത്തു തൗഹീദിനെയും കലിമത്തു ശിർക്കിനെയും അള്ളാഹു ഉപമിക്കുന്നു. അള്ളാഹു ഉപമിക്കുന്നത് കലിമത്തു തൗഹീദിനെ ശജറത്തുൻ ത്വയ്യിബത്ത് എന്നാണ് പറഞ്ഞത്. കലിമത്തു ശിർക്കാവട്ടെ ശജറത്തുൻ ഖബീസ എന്നാണ് അള്ളാഹു പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ കാണാം, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇذനി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار. അല്ലാഹു പറയാൻ 2 മരങ്ങളെ അല്ലാഹു ഉപമിച്ചു.
ഒന്ന് ഈത്തപ്പനയാണ്, മറ്റൊന്ന് ചെറിയൊരു വള്ളിയാണ്, നിലം പറ്റിക്കിടക്കുന്ന ഒരു ചെറിയ ചെടിയാണ്. ഈത്തപ്പനയും ഇതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, അലം തറ, നീ കണ്ടില്ലയോ, കൈഫ ലറബല്ലാഹു മസലൻ, അള്ളാഹു എങ്ങനെയാണ് ഉപമ പറഞ്ഞിട്ടുള്ളത് എന്ന്. എന്തിനെ? കെലിമത്തൻ ത്വയ്യിബത്തൻ, കെലിമത്തു ത്വയ്യിബത്തിന്, വിശിഷ്ട വചനത്തിന്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്. കെലിമത്തു തൗഹീദിന് അല്ലാഹു എങ്ങനെയാണ് ഉപമ പറഞ്ഞത് നീ കണ്ടില്ലേ നബിയെ? കശജറത്തിൻ ത്വയ്യിബ, വിശിഷ്ടമായൊരു മരം പോലെയാണ്. അസ്ലുഹാ സാബിതുൻ, അതിന്റെ അടിത്തറ ഉറച്ചതാണ്. വഫറുഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ ശാഖകൾ ആകാശത്ത് പടർന്നു പന്തലിച്ചതാണ്. തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, തന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം എല്ലാ വർഷവും എല്ലാ സന്ദർഭത്തിലും അതതിന്റെ ഫലങ്ങൾ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. വയദ്രിബുല്ലാഹു അൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ, ജനങ്ങൾക്ക് കാര്യങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമകൾ വിവരിക്കുകയാണ്. വമസലു കലിമത്തിൻ ഖബീസ, ശിർക്കിന്റെ വചനം, ഖബീസത്തായ വചനത്തിന് അല്ലാഹു ഉപമിക്കുന്നു. കശജറത്തിൻ ഖബീസ, മോശമായ നീചമായ ഒരു വൃക്ഷത്തെ, ഉജ്തുസത്തു മിൻ ഫൗഖൽ അർള്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടത്, മാലഹാ മിൻ ഖറാർ, അതിന് യാതൊരു ഉറപ്പുമില്ല, യാതൊരു നിലനിൽപ്പുമില്ലാതെ പറിച്ചെറിയപ്പെടുന്ന ഒരു താഴ്ന്ന മരത്തെയാണ് അള്ളാഹു ഉപമിക്കുന്നത് എന്നാണ്. ശ്രദ്ധിച്ചോണേ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ത്വയ്യിബ, അതൊരു ഷജറ ത്വയ്യിബയാണ്. എങ്ങനത്തെ ഷജറത്ത്? അതിന്റെ വേരുകൾ ഭൂമിക്കടിയിൽ ശക്തമായി വേരുറച്ചതാണ്. അതിന്റെ ചില്ലകൾ ആകാശത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. അതിന്റെ ചുവട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് അതിന്റെ ഫലം അതിങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നു. സുബ്ഹാന റബ്ബി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ കലിമത്തു തൗഹീദിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവൻ, ആ ലാ ഇലാഹ ഇല്ലല്ലാ ശക്തമായി മൂടുറച്ചാൽ അത് ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോകുന്നു. അതിന്റെ ചില്ലകൾ ആകാശത്ത് പടർന്നു പന്തലിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വൃക്ഷമായി മാറുന്നു എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലുള്ള ആളുകളോട് ചോദിച്ചു, ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷം അതിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്പെടുന്ന സാധനമാണ്, എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു വൃക്ഷമുണ്ട്, ഏതാണ് ആ വൃക്ഷം? സഹാബികൾ ആരും മിണ്ടില്ല, ആരും പറയണില്ല. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ നഖ്ല, അത് ഈത്തപ്പനയാണ്, ഈത്തപ്പനയാണെന്ന് പ്രവാചകൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ തല മുതൽ അതിന്റെ വേര് വരെ എല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. അങ്ങനെയൊന്നും കടപുഴകി വീഴാത്ത സാധനം കൂടിയാണ് ഏത്? ഈത്തപ്പന. അതുകൊണ്ടാണ് മഹാശിക്ഷ കടന്നു വന്നപ്പോൾ വീണ് കിടക്കുന്ന ആളുകളെ കുറിച്ച് ഒരിക്കലും വീഴില്ല എന്ന് ആളുകൾ അവർ തന്നെ നനച്ചുപോയ ആദ് സമൂഹം കടപുഴകി വീണ് ചത്തു കിടക്കുന്നതിന് അല്ലാഹു ഉപമിച്ചത് കഅന്നഹു അഅജാസു നഖ്ലിൻ ഖാവിയ, കടപുഴകി വീണ ഈത്തപ്പന തടി കുറ്റികൾ പോലെ എന്നാ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് വീഴില്ല എന്നാണ് എല്ലാവരും ധരിക്കുന്നത്. എന്നാൽ ഇവിടെയോ ഇവർ കടപുഴകി വീണ ഈത്തപ്പനകൾ പോലെയായി പോയി എന്നാണ്. അത്ര ശക്തമായി വേരുറച്ചതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ നമ്മളെ വെച്ച് പറഞ്ഞുതരാം. കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം എറണാകുളത്ത് കടപ്പുറത്ത് നടക്കുന്ന സമയത്ത് അന്നതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പറഞ്ഞു,
മുജാഹിദുകളെ അവരെയും അവരെ ആദർശവും ഞാനിതാ അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നു, അതോടെ ഇവരെ ശല്യം തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അറബിക്കടലിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വലിച്ചെറിഞ്ഞ ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്തപ്പോ? ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ? അന്ന് വളരെ ചുരുക്കം കുറച്ച് ആളുകൾ അവിടെ ഇവിടെ മാത്രമുണ്ടായിരുന്നെങ്കിൽ ഇന്നതിങ്ങനെ ശക്തി പ്രാപിച്ച് ഏറ്റവും വലിയ വടവൃക്ഷമായി മാറുകയാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത. അത് ഭൂമിക്കടിയിലേക്ക് വേരുറച്ച് ശക്തമായി മുരടറച്ച് നിൽക്കുന്നതാണ്. അതിന്റെ ചില്ലകൾ ആകാശത്ത് എത്ര കാറ്റും കോളും ഉണ്ടായാലും ഇടറാതെ ഇളകാതെ ചലിക്കാതെ ഒടിയാതെ നിൽക്കുന്നതാണത്. അത് ഉറച്ചു നിൽക്കും. അതേസമയത്ത് ഷിർക്കിൻ്റെതോ മാലഹാമിൻ ഖറാർ, അതിന് യാതൊരു ഉറപ്പില്ലട്ടോ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടിട്ട് അങ്ങോട്ടാകും, അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ടാകും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? നമ്മളെ നാട്ടിൽ ചിന്തിച്ചു നോക്ക് നിങ്ങള്. നമ്മളെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായം തേടാനും ഒക്കെയുള്ള തെളിവുമായി വന്ന ആളുകൾ നമ്മളെ പണ്ഡിതന്മാർ ഇങ്ങനെ പിടിച്ചിട്ട് വരെ ഇറങ്ങും. അതോടെ എന്തായി? ഇനി അത് കൊള്ളൂല, വേറൊരു മരം കൊണ്ടുവരും. ആ ഖബീസത്തായ മരത്തെ അങ്ങോട്ട് പറിച്ചെറിയും. അതിന് ഉറപ്പില്ല. നാളിന്ന് വരെ ശിർക്ക് സ്ഥാപിക്കാൻ എന്തൊക്കെ കലിമത്തുകളാ കൊണ്ടുവന്നത്, എന്തൊക്കെ വിഷയങ്ങൾ കൊണ്ടുപോയി. പക്ഷേ ഖുർആൻ പറയുന്നു മാലഹാ മിൻ ഖറാർ, അതിന് യാതൊരു നിലനിൽപ്പും ഉണ്ടാവില്ല. ഭൂമിയുടെ പുറത്തുറച്ചു നിൽക്കാൻ നില കിട്ടാതെ പറിച്ചെറിയപ്പെടുന്ന ഖബീസത്തായ വൃക്ഷമാണ് ശിർക്കിന്റെ വചനമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇത്ര സുന്ദരമായ ഒരു ഉപമ ലോകത്ത് വേറെ എവിടുന്ന് കിട്ടാ? എങ്ങനെയാ കിട്ടാ? ഏറ്റവും നല്ല സുന്ദരമായ ഒരു ഉപമ അല്ലാഹു ഇവിടുന്ന് പറഞ്ഞു തന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ആ പാഠമാണ് ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്താണ് എന്നതാണ്. അപ്പോ കലിമത്ത് തൗഹീദിന്റെയും കലിമത്ത് ശിർക്കിന്റെയും ഉപമ അങ്ങനെയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകൾ അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകളുടെ ആലിഹത്തുകൾ, അവരുടെ ആരാധ്യന്മാർ, അവർ അശക്തരാണ്, അവരൊന്നിനും കഴിയാത്തവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെ: വമസലുൽ ലദീന കഫറൂ കമസലിൽ ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വ നിദാഅ സുമ്മും ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യഖിലൂൻ. സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ചയിടുന്നവനോടാകുന്നു. അവർ ബധിരരും ഊമകളും അന്ധരുമാകുന്നു. അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ചു ഗ്രഹിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കേ. എന്താ അല്ലാഹു പറഞ്ഞത്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾ, അവർ വിളിച്ചു തേടുന്ന വസ്തുവിനെ കുറിച്ച് അല്ലാഹു പറയാണ്. എന്താ അവരവസ്ഥ? ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വ നിദാഅൻ. വിളിയും തെളിയും മാത്രമല്ലാതെ വേറൊന്നും കേൾക്കാത്ത ജന്തുവിനെ പോലെ. ആ പ്രയോഗം ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. അല്ലാഹു ഉപമിച്ച എന്തിനെയാണ്? ഒരു ജന്തുവിനെ. അതാകെ എന്തേ കേൾക്കുള്ളൂ? വിളിയും തെളിയും കേൾക്കുള്ളൂ, വേറൊന്നും കേൾക്കൂല. ആ പറഞ്ഞ മനസ്സിൽ എന്താണെന്ന്? നമ്മളെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ഒരു മൃഗം, അതിനെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കണം എന്ത് മാത്രമേ കേൾക്കുള്ളൂ? അതിനെ വിളിച്ചാ ബാന്ന് വിളിക്ക, സാധാരണ വിളിക്കലിട്ട് അതിങ്ങോട്ട് വരും, അങ്ങോട്ട് തെളിച്ചു വിട്ടാ അങ്ങോട്ട് പോകും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും അതിന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞാൽ അതിന് മനസ്സിലാക്കാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? ഇല്ല, അതൊന്നും അറിയില്ലത്. ഇതുപോലെ ഒന്നും മനസ്സിലാകാത്ത, ഒന്നും കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അല്ലാഹു അല്ലാതെ വിളിച്ചു തേടപ്പെടുന്ന ആളുകളുടെ ഉപമ എന്ന് റബ്ബ് പറയുകയാണ്. അവർക്കൊന്നിനും ഒരു കഴിവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എത്രത്തോളം എന്നറിയോ? പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്: യാ അയ്യുഹന്നാസ്
ളുരിബ മസലും ഫസ്തമിഊ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു വഇൻ യസ്ലുബുഹുമുദ്ദുബാബു ശൈആ ലാ യസ്തൻഖിദൂഹു മിൻ ളഅഫത്വാലിബ് വൽ മത്ലൂബ്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ളുരിബ മസലുൻ ഫസ്തമിഊ ലഹു, ഒരു ഉപമ വിവരിക്കപ്പെടുകയാണ്, ശരിക്ക് കാത് കൊടുത്ത് ശ്രദ്ധിക്കണം. ഒരു ഉപമ പറയപ്പെടുകയാണ്, ശ്രദ്ധിക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ വിളിച്ച് തേടപ്പെടുന്ന ആളുകൾ, ആ ആളുകളുടെ അവസ്ഥ എന്താണെന്നറിയോ? ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു, അവരൊരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടില്ല, അവരൊരുമിച്ച് കൂടിയാലും ശരി. വഇൻ യസ്ലുബുഹുമുദ്ദുബാബു ശൈആ, ആ ഈച്ചയുടെ കാലിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചാൽ ആ ഈച്ചയിൽ നിന്നത് പിടിച്ചു വാങ്ങാനും അവർക്ക് സാധ്യമല്ല. ലഅഫത്വാലിബു വൽ മത്ലൂബ്, തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലൻ തന്നെ. അള്ളാഹുവിന്റെ ഉപമ അള്ളാഹു പറയാണ്. അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ, അവരുടെ അവസ്ഥ, അവരൊരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടില്ല. ഈച്ച എന്ന് പറഞ്ഞാൽ വളരെ നിസാരമായ ജീവിയാണ്, വളരെ നിസാരമായ ജീവിയാണ് ഈച്ച. ആ ഈച്ചയെ അവർ സൃഷ്ടിച്ചിട്ടില്ല, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ അല്ലാഹു അല്ലാത്ത വിളിച്ചു തേടപ്പെടുന്ന ആളുകൾ എത്രയുണ്ട്? മനുഷ്യന്മാരിലെ മഹാന്മാരെ വിളിച്ചു തേടുന്ന ആളുകളുണ്ട്, അമ്പിയാക്കളെ വിളിച്ചു തേടുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കല്ലിനോടും മരത്തിനോടും തേടുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ മലക്കിനോടും പിശാചിനോടും ജിന്നുകളോടും ഒക്കെ സഹായം തേടുന്ന ആളുകളുണ്ട്. ഈ ആളുകൾ എല്ലാവരും അവരവർ വിളിച്ചു തേടുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയാലും എന്തില്ല ഒരീച്ചയെ സൃഷ്ടിച്ചില്ല, ഒരീച്ചയെ ഉണ്ടാക്കിയിട്ടില്ല. അവരെല്ലാരും ഒരുമിച്ച് കൂടിയാൽ ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ള പറയാണ്. അത്ര ദുർബലന്മാരാണ് ഈ ആളുകൾ. മാത്രമല്ല, ഒരീച്ചയുടെ കാലിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചാൽ ആ ഈച്ചയുടെ കാലിൽ നിന്നത് പിടിച്ചു വാങ്ങാനുള്ള കഴിവ് പോലും അവർക്ക് ഇല്ല. തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലൻ തന്നെ എന്ന് അല്ലാഹു പറയാണ്. ഈ ഉപമ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്തിനാ റബ്ബ് ഇതിങ്ങനെ ശക്തമായി പറഞ്ഞിരുന്നത്? എന്തിനാ റബ്ബ് ഇതിങ്ങനെ പറഞ്ഞിരുന്നത്? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം അതിന്റെ കൂട്ടത്തിൽ വെച്ചിട്ട് പറയട്ടെ. നമ്മുടെ നാട്ടിൽ അല്ലാഹു അല്ലാതെ പലരെയും വിളിച്ചു തേടുന്ന ആളുകൾ, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന ആളുകൾ അതിന് പറയാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കഴിവ് നഷ്ടമായിട്ടില്ല, ഇപ്പോഴും കഴിവുണ്ട്. രണ്ടാമത്തത്, ഞങ്ങളെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ റസൂലുള്ളാഹിനെ നേർക്ക് നേരെ കാണുന്ന ആളുകളുണ്ട്. നബിതങ്ങൾ സ്വപ്നത്തിൽ വന്ന് സംസാരിക്കുന്ന ആളുകളുണ്ട്, നബിതങ്ങൾ ഡയറക്റ്റ് സംസാരിക്കുന്ന ആളുകളുണ്ട് എന്നാണ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് പറയാൻ പോണ വിഷയം അതൊന്നുമല്ല. അങ്ങനെയാണ് സ്ഥിതി എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ ഒരു കാര്യം അവർ സമ്മതിക്കേണ്ടി വരും. എന്താണെന്നറിയോ? കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ കൂട്ടത്തിലോ കഴിഞ്ഞ കുറെ കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിലോ ഈ ഗുണമുള്ള ഒറ്റ ആളുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞത് മനസ്സിലായി? നബിതങ്ങളെ നേർക്ക് നേരെ കാണുകയും റസൂലുള്ളാഹിയുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആളുകൾ, മഹാന്മാരായ ആളുകൾ ഉണ്ട് എന്നും
അങ്ങനെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും വന്ന് ഇടപെട്ടിട്ടുണ്ടെന്നും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടി തെളിവ് ധരിക്കാം. എങ്കിൽ ഞാൻ പറയുന്നു, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളിൽ കാലങ്ങളായി അത്തരം ഗുണമുള്ള ഒറ്റയാളും ഇല്ല എന്ന് പറയേണ്ടി വരും. ഇന്നുമില്ല. എന്താ നമ്മൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇക്കഴിഞ്ഞ സമയത്തുണ്ടായ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായേനെ. ഇപ്പോഴും പരിഹാരമാകാതെ നിൽക്കുന്ന സുപ്രധാനമായ ഒരു വിഷയമാണ്. നമ്മളെ നാട്ടിൽ റസൂലുള്ളാഹിന്റെ മുടിയുമായി വന്ന ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, മറ്റേ വിഭാഗം ബിദ്അത്തുകാരാണ്, നവീന ബിദ്അത്തുകാരാന്നാ പറഞ്ഞത് സമസ്തക്കാരെ കുറിച്ച്. അവര് പ്രവാചകന്റെ ആധാറുകളെ നിഷേധിക്കുന്നവരാണെന്നാ പറഞ്ഞു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വേണോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്ത് മതി? മദീനത്ത് മസ്ജിദുൻ നബവിയുടെ ഓരത്ത് മറമാടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർച്ചയിൽ തന്നെ ഡയറക്റ്റ് വന്ന് കണ്ട് സംസാരിക്കുകയും നിർദ്ദേശം നൽകുകയും, ഇനി ഉണർച്ചയിലല്ലെങ്കിൽ ഉറക്കത്തിൽ തന്നെ വന്നിട്ട് നിർദ്ദേശം കൊടുക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണ് അപ്പുറത്തുള്ളതെങ്കിൽ കേരളത്തിൽ ഈ വിഷയത്തിൽ ചർച്ച വരില്ല. വരുമോ? വരുമോ? നബിതങ്ങൾ വന്നിട്ട് പറയാലോ, അബൂക്കറെ മുണ്ടണ്ട അല്ലേ? അല്ലെങ്കിൽ നേർക്ക് നേരെ വിളിച്ചിട്ട് പറയാം, സമസ്തന്റെ മുഷാവറ കൂടുന്ന സമയത്ത് റസൂലുള്ള വരിക, നിങ്ങളെ ഇപ്പൊ നിങ്ങള് ചെറുശ്ശേരി നിങ്ങൾ ഈ മുഷാവറ കൂടിയിരിക്കുന്നത് എന്റെ മുടി അല്ല എന്ന് പറയാനില്ലേ? വേണ്ട, എന്റെ മുടി തന്നെയാണ്, ഞാൻ കൊടുത്താണ്. സംഗതി കഴിഞ്ഞില്ലേ? സംഗതി കഴിഞ്ഞില്ലേ? അപ്പോ ഇവർ കൊണ്ടുവരുന്ന വലിയ ഒരു ആശയം തകരുകയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു കഴിവൊന്നും അല്ല. എന്താ പറഞ്ഞ്? ഒരു ഈച്ചയുടെ കാലിൽ പറ്റിപ്പിടിച്ച സാധനം പിടിച്ചു വാങ്ങാനുള്ള കഴിവ് പോലും അവർക്കില്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഈ ഉപമകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ നമ്മളെ ഗ്രാഫ് ഇങ്ങനെ ഉയരുകയാണ്. നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെ ഉയരുകയാണ്. എന്താ കാര്യം? അല്ലാഹുവേ, നീ തന്ന മഹാനുഗ്രഹം കൊണ്ട് നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. നീയല്ലാത്ത ഒരാളിലേക്കും ഞങ്ങൾ തിരിഞ്ഞിട്ടില്ല. നീയല്ലാത്ത ഒരാളെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല. നീയല്ലാത്ത ഒരാളോടും ഞങ്ങൾ സങ്കടം പറയുന്നവരല്ല. കാരണം നീ ഞങ്ങളോട് പറഞ്ഞവർക്കൊന്നിനും കഴിവില്ല എന്ന്. എല്ലാം കഴിയുന്ന നാഥ, നിന്നോട് മാത്രം. ഇങ്ങനെ കൃത്യമായൊരു ഉപമ അല്ലാഹു എത്ര പറഞ്ഞിരിക്കുന്നു. ഈ ഉപമ പരിശുദ്ധ ഖുർആനിൽ വളരെ ശക്തമായി നമ്മളോട് പറയുന്നു. ഇനിയും കാണാം, അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു, വേറൊന്നിനെ സംരക്ഷിക്കാൻ പറ്റുന്ന കരുത്തൊന്നും ഊർക്കില്ലട്ടോ. ഹിമായത്ത് എന്ന അറബി പദത്തിന്റെ അർത്ഥം പ്രൊട്ടക്ഷൻ എന്നാണ്. മറ്റൊന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കരുത്ത് എന്തിനില്ല? അല്ലാഹു അല്ലാതെ വിളിച്ചു തേടുന്നവർക്കില്ല. അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടപ്പെടുന്നവർക്കില്ല. അതിന് ഖുർആൻ പറഞ്ഞ എങ്ങനെ അറിയോ? അല്ലാഹ് പറയുന്നു, മസലുൽ ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത് ഇത്തഖദത് ബൈതാ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു പറയുന്നു, മസലുൽ ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ വലിയുകളെ സ്വീകരിക്കുന്ന ആളുകളുടെ ഉപമ. വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി, സഹായി എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലാഹുവിന് പുറമെ രക്ഷാധികാരിയെ, സഹായിയെ സ്വീകരിക്കുന്ന ആളുകളുടെ ഉപമ കമസലിൽ അങ്കബൂത്തി, എട്ടുകാലിയെ പോലെയാണ്. ഇത്തഖദത് ബൈതൻ,
അതൊരു വീട് നിർമ്മിച്ചു. വീട് നിർമ്മിച്ച് കാത്തിരിക്കുന്ന എട്ടുകാലിയെ പോലെയാണ്. വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. തീർച്ചയായും വീടുകളിൽ ഏറ്റവും ദുർബലമായ ഭവനം എട്ടുകാലിയുടേതാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ലൗ കാനു യഅലമൂൻ, അവർ അറിയുന്നവരാണെങ്കിൽ. എട്ടുകാലിയുടെ വലയാണ് ഏറ്റവും ദുർബലമായത്. ആ എട്ടുകാലിയുടെ വലക്ക് സമാനമാണ്. എട്ടുകാലിയുടെ വല കൊണ്ട് ഒന്നിനെയും സംരക്ഷിക്കാൻ സാധ്യമല്ലല്ലോ. എട്ടുകാലിയുടെ വല കൊണ്ട് ഒന്നിനെയും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ലല്ലോ. ഇതുപോലെയാണ് അല്ലാഹു അല്ലാതെ വിളിച്ച് തേടപ്പെടുന്ന ആളുകളുടെ ഉപമ. അവർക്കാരെയും സംരക്ഷിക്കാൻ കഴിയില്ല. എന്റെ റബ്ബേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഉപമ എത്ര വലുതാണല്ലേ. ഞങ്ങളെ നാട്ടിലൊക്കെ പറയാറുണ്ട് എട്ടുകാലി മമ്മൂഞ്ഞ് എന്നാ പറയാ. ഇവിടെ ഒക്കെ പറയാറുണ്ട്. നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു അദ്ദേഹത്തിന്റെ കഥയിലെ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയാം. ശരിക്കും അദ്ദേഹം ഉദ്ദേശിച്ച ഏതൊരു വിഷയത്തിനാണോ, പരിശുദ്ധ ഖുർആൻ ഇതുപോലെയുള്ള എട്ടുകാലികളെ ഉപയോഗിക്കുന്നു. അങ്കബൂത്ത്, ചിലന്തി എന്നൊക്കെ വിളിക്കുന്ന സാധനം അള്ളാഹു ഉപമിക്കുന്നത് അള്ളാഹു അല്ലാതെ വിളിച്ച് തേടപ്പെടുന്ന ആളുകൾ അവരുടെ പരിതാപകരമായ അവസ്ഥയാണ്. അവരിവിടുന്ന് വിളിക്കുന്നുണ്ട്, രക്ഷിക്കണേ. രക്ഷിക്കാൻ അവർക്ക് സാധ്യമല്ല. ഇനി ഞാൻ ഒരു കൂട്ടത്തിലൊരു കാര്യം കൊണ്ടൊന്ന് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെക്കാൾ ശ്രേഷ്ഠതയുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾക്ക് ലഭിക്കാത്ത പലതും ലഭിച്ചിട്ടുണ്ടല്ലേ? അല്ലേ? പലതും ലഭിച്ചിട്ടില്ലേ? ഉണ്ട്. എങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാൽ ആ നബിതങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റോ? പറ്റൂല. കാരണം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയതിന്റെ പിന്നിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് പ്രവാചകനുമായി ബന്ധപ്പെട്ടതും പ്രവാചകന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതുമൊക്കെ മാത്രമാണ്. ശ്രദ്ധിച്ചോണേ. ഇനി ഒരു കാര്യം ഞാൻ പറയാൻ പോണം, ശ്രദ്ധിച്ചോളാം. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില ആളുകളുടെ മനസ്സ് മാറിയത്. ജിന്നുകൾക്ക് എന്ത് കഴിവുണ്ട്? എന്തൊക്കെ കഴിവുണ്ട്? മനുഷ്യനില്ലാത്ത എന്തൊക്കെ കഴിവ് അതിനുണ്ട്? ഇല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദ്രത്തിന്റെ ആഴിയിലേക്ക് പോയി മുത്തും പവിഴങ്ങളും അല്ലെങ്കിൽ പവിഴപ്പുറ്റൊക്കെ വാരിയെടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു സുൽത്താന്റെ കഴിവ് കൂടാതെ, എന്ന് വെച്ചൊരു മാധ്യമം കൂടാതെ നമുക്ക് സാധ്യമല്ലല്ലോ. സാധ്യമാണോ? ഇല്ല. എന്നാ ജിന്നുകൾ എന്ത് ചെയ്യും? നേരെ പോയി ഉളയിട്ട് നിങ്ങൾ എടുത്തിട്ട് വരും. അതുപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ നിമിഷ നേരം കൊണ്ട് അവരെന്ത് ചെയ്യും? പണിയെടുക്കും. പെട്ടെന്ന് ഒരു പണിയെടുക്കാൻ ഉഷാറവാനാണെന്നാ പറയണത്. ഇങ്ങനെ പല കഴിവുകളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒക്കെ കൊണ്ട് ഓരോ ജീവിതത്തിൽ ഓരോ ആവശ്യത്തിന് വേണ്ടതാണ്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരാളയാളെ വിളിച്ച് സഹായം തേടിയാൽ ആ സഹായത്തിന് അയാളെ സഹായിക്കാനുള്ള കരുത്ത് അയാൾക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. അതെന്താ? അങ്ങനെ ഒരാൾ വിളിച്ചു തേടുമ്പോഴേക്ക് അങ്ങ് ദൂരെ നിൽക്കുന്ന ജിന്നത് കേൾക്കാനും ഇയാളുടെ മനസ്സ് അറിയാനുമുള്ള അദൃശ്യ നിലക്കുള്ള കഴിവ് ആർക്കുണ്ടാവണം? ഉണ്ടാവണം. അതുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല എന്ന് ആരാ പറഞ്ഞ്? എന്താ ഷാജി ഇന്നോട്ടാണ് നിൽക്കണ? ഇല്ല എന്ന് പറയാൻ ഇല്ല എന്ന് ആരാ പറഞ്ഞ്? അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞു. എവിടെന്ന് പറഞ്ഞ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ അള്ളാഹു പറയുന്നു, സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്ത മഹാനുഗ്രഹം അത് മുഅ്ജിസത്തായിരുന്നു.
അവരെ എന്ത് ചെയ്യാ, തന്റെ ഇഷ്ടത്തിനനുസരിച്ച് പണിയെടുപ്പിക്കുക എന്നുള്ളത്. പക്ഷേ സുലൈമാൻ നബി റബ്ബിനോടൊരു കാര്യം പറഞ്ഞു, അല്ലാഹുവേ ഞാൻ മരിക്കണ വിവരം ആരെ അറിയിക്കല്ലോ. ആരും അറിയരുത്. ആരും അറിഞ്ഞില്ല. സുലൈമാൻ നബി വടിയും ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണത്രേ. ആ നിന്ന നിപ്പിൽ സുലൈമാൻ നബി മരിച്ചു. മനുഷ്യനും അറിഞ്ഞില്ല, ജിന്നും അറിഞ്ഞില്ല, ആരും അറിഞ്ഞിട്ടില്ല. ജിന്നുകൾ ഇങ്ങനെ തകൃതിയായി പണിയെടുക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ ഒരു വടി ഇങ്ങനെ അനങ്ങാതെ നിന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം എന്ത് പറ്റും? ചെതല് കയറും, മുപ്പരടിക്കും. ചെതല് കയറാതിരിക്കണമെങ്കിൽ എന്റെ കയ്യിൽ ഇരിക്കുന്ന വടി ഞാൻ 2 ദിവസം, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ 2 ദിവസം ഇങ്ങനെ പിടിച്ചാലും ചെതല് തിന്നൂല. എന്തുകൊണ്ടാ? എന്റെ ശരീരത്തിൽ നിന്നൊരു ഒരു ഹറാറത്ത്, ഒരു ചൂട് അത് ഈ വടിയിൽ എന്ത് ചെയ്യും? പ്രവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് കയറാനും തിന്നാനും പറ്റൂല. അതേ സമയത്ത് ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ വടിയിൽ പെട്ടെന്ന് കയറാം. ചെതല് കയറി, ചെതൽ അടി തിന്നു, പിന്നെ സ്റ്റിക്കിന്റെ കമ്പിന്റെ ബാലൻസ് പോയി, സുലൈമാൻ നബി അങ്ങോട്ട് വീണു. ആ സമയത്ത് ജിന്നുകൾക്ക് വ്യക്തമായി ഞമ്മക്കൊന്നും അറിയില്ലട്ടോ, ഈ ചെങ്ങായിയുടെ മുന്നിടായിരുന്നല്ലോ ഞമ്മളീ ഓട്ടോ ഓടിയത് ഇത്രയും നാള്. കുറെ കേരാലും ഞമ്മളീ ഓടുന്നു. മൂപ്പര് മരിച്ചു എന്നുള്ള വിവരം ഞമ്മക്കറിയായിരുന്നെങ്കിൽ, നമ്മൾ ഗൈബ് അറിയുന്നവരായിരുന്നെങ്കിൽ ഈ പ്രയാസം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. എന്നാര് ഇതൊക്കെ ഖുർആൻ ഖസസായി, ചരിത്രമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ. അതാണ് അല്ലാഹ് പറഞ്ഞത്, അവർക്ക് ഒന്നിനും കഴിയില്ല. കഴിയണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ഒന്നാമത്തെ നിബന്ധന, നിങ്ങൾ പറയുന്ന അതേ സെൻസിൽ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവണം. അതില്ല. അത് ലോകത്ത് ആർക്കില്ല. ആർക്കേ ഉള്ളൂ? അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത ഒരാൾക്കും ആ കഴിവില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? അവര് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന നിങ്ങളെ വിചാരം വേണ്ട. അത് 8 കാലി വല പോലെയാട്ടോ. ഇവര് നമ്മളെ സഹായിക്കുമെന്ന് നനക്കുന്നത് പോലും 8 കാലി വലയിൽ കുടുങ്ങുന്നതിന് തുല്യാണ്. 8 കാലിന്റെ വലയമ പോയി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ? ഇതാണ് അവരുടെ അവസ്ഥയെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത്ര സുന്ദരമായൊരു ഉപമ ഇനി എങ്ങനെ പറയണം? ഇത്ര വ്യക്തമായ ഗുണപാഠം വേറെ ഏത് ഉപമയിൽ നിന്നാ കിട്ടാ? അള്ളാഹുവിന്റെ ഖുർആൻ വളരെ ശക്തമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളോട് അള്ളാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരെണ്ണം കൂടി ഞാൻ പറയാം, സമയത്ത് ഒരെണ്ണം കൂടി പറഞ്ഞു വെക്കാം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കായ ആളുകൾക്ക് അല്ലാഹുവിന്റെ ഉപമ, പരസ്പരം ശണ്ട കൂടുന്ന കുറെ മുതലാളിമാരുടെ പണിക്കാരനായി നിൽക്കുന്നവന്റെ അവസ്ഥ എന്താണോ അതാണ് അല്ലാഹു ഇല്ലാത്തവരുടെ അവസ്ഥ. ഖുർആൻ പറയാണ്, ലറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ശുറകാഉ മുതശാകിസൂൻ വറജുലൻ സലമൻ ലിറജുൽ ഹൽ യസ്തവിയാനി മസലാ അൽഹംദുലില്ലാഹി ബൽ അക്സറുഹും ലാ യഅലമൂൻ. ലറബല്ലാഹു മസലൻ, അല്ലാഹു ഉപമ വിവരിക്കുന്നു, റജുലൻ ഒരു മനുഷ്യനെ, ഫീഹി ആ മനുഷ്യനിൽ, ശുറകാഉ പങ്കുകാരുണ്ട്, മുതശാകിസൂന പരസ്പരം കലഹിക്കുന്ന കുറെ യജമാനന്മാരുടെ ഒരു തൊഴിലാളിയുടെ അവസ്ഥ എന്താ? വറജുലൻ സലമൻ ലിറജുലിൻ, ഒരാൾക്ക് മാത്രമായി തനിച്ച ഒരു മനുഷ്യനും, ഹൽ യസ്തവിയാനി മസല, ഇവ രണ്ടാളും തുല്യാകോ? അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. മഹാഭൂരിപക്ഷ ആളുകൾ ഇതൊന്നും അറിയണില്ല. അല്ലാഹു ഉപമിച്ച ഉപമ നോക്കിങ്ങള്. അല്ലാഹു അല്ലാതെ വിളിച്ചു തേടപ്പെടുന്ന ആളുകൾക്ക് ഒരു കേന്ദ്രത്തിൽ പോയാൽ ശരിയാവൂല. ശരിയാവൂ?
ഇങ്ങനെ ഓടി നടക്കുക. അവിടെ ചെല്ലുമ്പോ അവിടെ, ഇവിടെ ചെല്ലുമ്പോ വേറെ, അവിടെ ചെല്ലുമ്പോ അങ്ങോട്ട്, ഇവിടെ ചെല്ലുമ്പോ അങ്ങോട്ട്, അങ്ങനെ ബേജാറായിട്ട് തഹയ്യുറായി ഓടി നടക്കും. ഇവന്റെ അവസ്ഥ എന്താണെന്നറിയോ? 4 മുതലാളിമാർ. ഈ 4 മുതലാളിമാരും പരസ്പരം ഐക്യമില്ലാത്തവരാണ്. ഒരൊറ്റ തൊഴിലാളിയാണ് അവർക്കുള്ളത്. ഓന്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഒരാൾ വിളിച്ചിട്ട് ഡാ മറ്റോ അങ്ങോട്ട് പോടാ, ഇവിടെ ഇരിക്കടാ, മറ്റോ എഴുന്നേറ്റിരിക്കടാ, എന്താ കാട്ട. ഇങ്ങനെ ബേജാറായി പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ? അത് അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥ. ഓം ഹൈറാനിയത്തിലാണ്. ഈ ഹൈറാനിയത്ത് വരുമ്പോഴാണ് എവിടെയാണ് രക്ഷ കിട്ടാന്ന് ആലോചിക്കാം. അപ്പോഴാണ് മെഴുകുതിരിയും വെട്ടമൊക്കെ വരുന്നത്. വെട്ടവും വെളിച്ചമൊക്കെ വരുന്നതും വിജനപ്രദേശമൊക്കെ വരുന്ന അപ്പോഴാണ്, ഈ ഹൈറാനിയത്ത് വരുമ്പോഴാ. അതേസമയത്ത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഹൈറാനിയത്തും ഇല്ല. ഉണ്ടോ? ഉണ്ടോ? എന്ത് പ്രശ്നം വന്നാലും അല്ലേ, ഏത് സമയത്തും അതാ രസം. ശബ്ദം കേൾക്കണ്ട. ചില ആളുകൾക്കൊക്കെ ശബ്ദം കേൾക്കണം. ശബ്ദം കേട്ടാൽ അപ്പൊ ചോദിക്കാം. ശബ്ദമൊന്നും കേൾക്കണ്ട, ഒരു പ്രദേശത്ത് പോകണ്ട. ഇരിക്കുന്ന സ്ഥലത്ത്, കിടക്കുന്ന സ്ഥലത്ത്, പോകുന്ന സ്ഥലത്ത്, എവിടെയാണോ അവിടുന്നൊക്കെ പറയാം. ഒരൊറ്റ യജമാനന്റെ കീഴിലുള്ള അടിമയെ പോലെ, ഒരൊറ്റ യജമാനന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരടിമയെ പോലെ. എന്തൊരു ആശ്വാസമായിരിക്കല്ലേ. ഓൻ അയാളെ മാത്രം നോക്കിയാൽ മതി. മറ്റോനോ നായ ഓടണമായിരിക്കും, ഓടിക്കതച്ചിങ്ങനെ നടക്കണം. നിങ്ങൾ കണ്ടിട്ടില്ല? ഞാന് പറയുമ്പോ വിഷമം തോന്നരുത് കേട്ടോ. ശരിക്കു പറഞ്ഞാൽ അതാണ് ഈ സിയാറത്ത് ടൂറ്. ഈ ഓട്ടുണ്ടല്ലോ, ഏത് ലോൺ ഡോഗിന്റെ ഓട്ടം, ബേജാറായിട്ട് എവിടുന്നാണ് കിട്ടാന്ന് വിചാരിച്ച് ഓടുന്ന ഓട്ടമുണ്ടല്ലോ, അതിന്റെ പേരാണെന്ത്? സിയാറത്ത് ടൂർ എന്ന് പറയുന്നത്. ഹൈറാനിയത്തായവന്റെ ഓട്ടം. ഞമ്മക്ക് അതിന്റെ ഒരു പണിയില്ല. എന്താ കാര്യം? നമ്മൾ റജുലൻ സലമല്ലി റജുലിനാണ്. ഒരൊറ്റ യജമാനന് മാത്രം പണിയെടുക്കുന്ന ഒരടിമയുടെ അവസ്ഥയാണ് നമുക്ക്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈറാനിയത്തില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയുമുണ്ട്. ഞാനൊരു 4-5 എണ്ണം വരെ എത്തിയിട്ടുള്ളൂ. ഇനി 5 എണ്ണം ബാക്കി കിടപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വരുന്നു. ഈ സന്ദർഭത്തിൽ പഠിക്കണം. ഖുർആനിന്റെ ഉപമകളെ കുറിച്ച് കൃത്യമായി അറിയണം, മനസ്സിലാക്കണം. അങ്ങനെ പഠിച്ചുൾക്കൊണ്ടാൽ നല്ല ഒരു കരുത്ത് നമുക്ക് കിട്ടും. നമ്മളെ വിശ്വാസത്തിൽ നല്ലൊരു കരുത്ത് കിട്ടും. എങ്ങോട്ടും തെറിച്ചു പോകാതെ ശക്തമായി നിൽക്കാൻ പറ്റുന്ന നല്ല ഒരു ശക്തി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, ഏറ്റവും നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാകണം എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മളെ തദ്കിറ എല്ലാ മാസത്തെയും അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. എല്ലാ ഞായറാഴ്ചയുമാണ്. ഇനി ഇൻഷാ അല്ലാഹ് പിന്നെ പുതിയ നേതൃത്വം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ആ പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ ഏറ്റവും ശക്തമായി തന്നെ തദ്കിറ അതിന്റെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും. 2-3 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, പിന്നെ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആളുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ISMന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം കുറച്ചൊരു വിഷമം ഉണ്ടാവാനുള്ള കാരണം അതാണ്. നല്ലൊരു പ്രഭാഷണത്തിന്റെ ഇടയിൽ കുറച്ച് ഡിസ്റ്റർബ് ഉണ്ടായിട്ടുണ്ട്. അതിതാണ് കാരണം. ഇങ്ങനെ ഒരു വലിയൊരു സദസ്സ് കരുതിയിരുന്നില്ല. സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ വന്നാൽ ആ തൂണിന്റെ ബാക്കിലേക്ക്, ആ ബാക്കിൽ കാണുന്ന തൂണിന്റെ അപ്പുറത്തേക്ക് സ്ത്രീകളാണ് ഇരിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് സ്ത്രീകൾ ഉണ്ടാകും, ഇങ്ങോട്ട് പുരുഷന്മാരൊക്കെ ഉണ്ടാകാം. ഈ തൂണിന്റെ അടുത്ത് വരെ പുരുഷന്മാരുണ്ടാവും. ഇന്ന് സ്ത്രീകൾ മുഴുവനും മുകളിലാണ്. ഈ ഹാള് നിറച്ച് തന്നെ എല്ലാവരും എത്തി. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഇത് മഹാനുഗ്രഹമാണ്. ഇത് ഉറപ്പിക്കണം. നമ്മൾ കോട്ടക്കൽ മേഖലയിൽ ശക്തമായ ഒരു ആദർശ മുന്നേറ്റം, എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി ശക്തമായൊരു മുന്നേറ്റത്തിന് നമുക്ക് കഴിയും.
നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും കരുത്തോടെ അതിന് രംഗത്തുണ്ടായാൽ ഉറപ്പ് ശക്തമായി നമുക്ക് മുന്നേറാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, തദ്കിറ പോലെ തന്നെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് വിജ്ഞാനവേദി നടക്കുന്നത്. വിജ്ഞാനവേദി തുടർന്നു കൊണ്ടുവരുന്നതാണ്. അതും ഇൻഷാ അല്ലാഹ് അതിന്റെ നല്ല രൂപത്തിൽ തദ്കിറ ഈ രൂപത്തിൽ പോകുമ്പോൾ വിജ്ഞാനവേദി ഓരോ മേഖലയിലുമാണ് നമ്മൾ നടത്തുക. ഓരോ പള്ളികൾ കേന്ദ്രീകരിച്ച്, കുഴിപ്പുറത്തോ അതുപോലെ തന്നെ പിന്നെ അതിനപ്പുറത്തേക്ക് ഒതുക്കുങ്ങൽ, അങ്ങനെ തുടങ്ങി ഓരോ പള്ളികളിലും 1-ാം തീയതി ഇൻഷാ അല്ലാഹ് 1-ാം തീയതിയോ അല്ലെങ്കിൽ 2-ാം തീയതി നമ്മൾ കൂരിയാട് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലത്താണോ പോകേണ്ടത്, കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന്റെ കീഴിൽ എഴുതപ്പെട്ട പള്ളികൾ, അവിടെ അത് കൊണ്ടു നടക്കാൻ പറ്റുന്ന കുറച്ചാളുകളെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകും. നമ്മൾ ഓരോ സ്ഥലത്തേക്കും അങ്ങനെ പിന്നെ വിജ്ഞാനവേദി വ്യാപിപ്പിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും. ഇനി അതിന്റെ വ്യാപ്തം ഒന്നുകൂടി വലുതാവുകയാണ്. എല്ലാ മാസവും അങ്ങനെ ഈ 2 പരിപാടി ISMന്റെ കീഴിൽ, മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ നടന്നു വരുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിന്റെ അറിയിപ്പ് കിട്ടുമ്പോൾ ശക്തമായി ആ വിഷയത്തിന് ഒരുമിച്ച് കൂടണം എന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഇൻഷാ അല്ലാഹ് 7-ാം തീയതി ഇവിടെ പിന്നെ യൂണിറ്റിന്റെ യോഗങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പുതിയ തീരുമാനങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാം. നല്ല ശക്തമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഐക്യ ചർച്ച തുടങ്ങിയത് മുതലേ ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണമെന്ന് ആഗ്രഹിച്ച് അന്നു മുതലേ പണിയെടുത്ത് തുടങ്ങുന്ന ആളുകളുണ്ട്. അപ്പണി ഇപ്പോഴും നിർത്തിയിട്ടില്ല, ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരും ചതിക്കുഴിയിൽ വീണു പോകരുത്. ചതിക്കുഴിയിൽ ആരും വീണു പോകരുത്. ചിലർ പറയും, അവരെ ഓല ഞങ്ങൾ അടിച്ച് തകർത്തിരിക്കാണ്. വേറെ ചില ആളുകൾ പറയാം, അല്ല നിങ്ങൾ അങ്ങോട്ട് പോയിരിക്കാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് എന്താ മക്കളെ കാര്യം? ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടുണ്ട് ഇങ്ങോട്ടും പോയിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് വരും. ചിലപ്പോൾ ഞങ്ങളത് 2 കൂട്ടരും എന്ത് ചെയ്യും, അങ്ങോട്ട് പോകാതിരിക്കും, ഒക്കെ ചെയ്യും. അത് ഞങ്ങളെ ഇഷ്ടമാണ്. അതിൽ കയറിയിട്ടല്ല ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതെന്ന് ആരും പറയാൻ നിൽക്കണ്ട. അത് പറയാൻ നമുക്ക് നേതൃത്വമുണ്ട്. നമ്മുടെ നേതൃത്വം എന്ന് പറയുന്നത് ഏറ്റവും പരിപക്വമായ നേതൃത്വമാണെന്ന് കാലം തെളിയിച്ചതാണ്. കാരണം ലോകത്തിന്നുവരെ ഒരു പണ്ഡിത ഒരു മതസംഘടനകളും പിളർന്നിട്ട് ഏറ്റവും താഴെക്കട മുതൽ മുകൾ വരെ ഒരുപോലെ ഒരുമിച്ച് കൂടുന്നത് ചരിത്രത്തിലാദ്യമാണ്. അത് സാധിക്കാൻ അഹോരാത്രം പണിയെടുത്ത് പ്രവർത്തിച്ചവരാണ് നമ്മുടെ നേതൃത്വം. പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കെൽപ്പുള്ളവരാണ് നമ്മുടെ നേതൃത്വം. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ ഐക്യ സമ്മേളനത്തിലെ മഗ്രിബിനും ഇശാഇനും ഇമാമ് നിന്നൊരാളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുന്ന് കണ്ണു നനഞ്ഞതാണ്. സാധാരണ നമ്മളെ സമ്മേളനങ്ങളിലൊക്കെ ഇമാമ് നിൽക്കുക അല്പം ചൊറുക്കുള്ള ഓത്തുള്ള ആളായിരിക്കും, അല്ലെ? നന്നായിട്ട് ഓതാൻ കഴിയുന്ന ആള്. ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചിരുന്നു, കാക്കവയിൽ അവിടുന്ന് പിന്നെ ബാങ്ക് കൊടുക്കാൻ പോകുന്നു എന്ന് വിളിച്ചപ്പോ സാധാരണ ചിലർക്കൊക്കെ ഇമാമ് നിൽക്കുന്ന അമീറോടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ കൂടെ നാളോട് പറഞ്ഞു, എന്തിനാണ് കാക്കവലിനെ കൊണ്ട് ബാങ്ക് കൊടുപ്പിക്കുന്നത്? ബാങ്ക് അമീർ കൊടുക്കട്ടെ, ഇമാമ് കാക്കവൽ നിന്നാ മതിയല്ലോ, ആ ശബ്ദമാണല്ലോ ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് നിന്നവരോടും പറഞ്ഞു. പക്ഷേ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ തെറ്റിച്ചുകൊണ്ടാണ് നമ്മളെ നേതൃത്വത്തിന്റെ തീരുമാനം നിന്നത്. ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി MM മദനിയാണ് ഇമാമ് നിന്നത്. സത്യം പറഞ്ഞാൽ കണ്ണുനീര് വന്നു. എന്നറിയോ, നമ്മളെ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടിന്റെ മനോഹാരിതയും ബോധ്യപ്പെടുത്തിയ ഘട്ടമായിരുന്നു അത്. എല്ലാവർക്കും ഞങ്ങൾക്കൊരൊറ്റ നേതൃത്വമാണുള്ളത്. ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവായി MM മദനിയാണ് സെക്രട്ടറി. അതിന്റെ പ്രസിഡന്റ് ഇപ്പോൾ രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ
ഉമരിയാണ്. പക്ഷേ ഊർജ്ജസ്വലനായി ഒരു പുതിയ പ്രസിഡന്റ് കൂടി വന്നു, ബഹുമാന്യനായ ഉമർ സുല്ലമി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സമാഗമം അത് അല്ലാഹു തീരുമാനിച്ച മഹാനുഗ്രഹമാണ്. അവർ പ്രവർത്തിച്ചതിന് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമായിരുന്നു അത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു നേതൃത്വമാണ് നമ്മളതെന്ന് മനസ്സിലായിക്കൊള്ളി. ആരെങ്കിലും എവിടെങ്കിലും വാട്സപ്പിൽ 2 വർത്താനം ഇട്ടാലേ അതിനൊന്നും മറുപടി പറഞ്ഞുകൊണ്ട് സമയം കളണ്ടെങ്കിൽ ആരും അതിന് പറയാൻ പക്വതയുള്ള പണ്ഡിതന്മാരുണ്ട്. നമുക്ക് പറയട്ടെ. അവർ ചെയ്തതും പ്രവർത്തിച്ചതുമെല്ലാം നമ്മുടെ മുന്നിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ വെക്കണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. ഓരോ സന്ദർഭത്തിലും ആർക്കെങ്കിലും അബദ്ധം വന്നു പോയാൽ അത് തിരുത്താനും. ഇക്കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു അബദ്ധം നമ്മളെ കൂട്ടത്തിൽ ഒരാൾക്ക് സംഭവിച്ചു. ആ അബദ്ധത്തിന് നേതൃത്വം അദ്ദേഹത്തുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അബദ്ധത്തെ അബദ്ധമായി തെറ്റുപറ്റിപ്പോയതാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വർത്താനില്ലല്ലോ. ഇനി മേലാൽ ഇത്തരമൊരു സംഭവം ഉണ്ടാവരുത് എന്ന് കൃത്യമായ താക്കീതും. ഇത് നമ്മുടെ നേതൃത്വം ഇടപെടുകയാണ്, ഏതു മേഖലയിലും അങ്ങനെ. അതുകൊണ്ട് നിങ്ങളോട്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ആദർശ രംഗത്തൊന്നായ നമുക്ക് സംബന്ധിച്ചിടത്തോളം, സംഘടനാ രംഗത്തൊന്നായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ഒരൊറ്റ ആദർശത്തിന്റെ അനുയായികളാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ തോണ്ടിയാൽ അതിന്റെ പിന്നാലെ തോണ്ടാൻ നിൽക്കണ്ട. ഞാൻ ഐക്യസമ്മേളനം തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച ഖുത്ബയിൽ പറഞ്ഞു, അത്തരം ആളുകളോട് പറയാനുള്ളൊരു മറുപടി ഒന്നേ ഉള്ളത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഏറ്റവും നന്നായി പോകുന്ന സ്ഥലത്ത് കുഴപ്പമുണ്ടാക്കുക എന്ന പിശാചിന്റെ പണിയെടുക്കുന്നവനെ നിന്നിൽ നിന്ന് ഞാൻ റബ്ബിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള, ഗൗരവമായി പറയാനുള്ള വിഷയം, വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഇവിടെ അറിയാത്ത ആളുകൾ ധാരാളമുണ്ട്. പരസ്പരം നമ്മൾ അറിയണം, പരസ്പരം നമ്മൾ ബന്ധപ്പെടണം. 14 വർഷത്തെ ഗ്യാപ്പ് അതൊരു വലിയ ഗ്യാപ്പ് തന്നെയാണ്. അത് ഏറ്റവും നന്നായിട്ട് പരിഹരിക്കാൻ കഴിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോയിട്ടും ഇങ്ങോട്ട് വന്നിട്ടും കണ്ടിട്ടും കൈ കൊടുത്തിട്ടും വർത്താനം പറഞ്ഞിട്ടും ഒക്കെ എനിക്ക് നിങ്ങളെ സാധാരണ ഉള്ള ആളുകളോട് പറയാനുള്ളത്, അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യാം, പരസ്പരം അങ്ങോട്ട് കൈ കൊടുത്ത് ബന്ധപ്പെടണം, പരസ്പരം ഒന്ന് കെട്ടിപ്പിടിക്കണം. ഇല്ല, എല്ലാം പോയി, അതോടെ മനസ്സിന്നൊക്കെ പോയി. കഴിഞ്ഞ ദിവസം TPയുടെ പ്രഖ്യാപനമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്ത് തെറ്റിപ്പിരിഞ്ഞു പോയ ആളുകളോടൊക്കെ തിരിച്ചു വരാനുള്ള ആഹ്വാനം. നിങ്ങൾക്ക് ആദർശപരമായി ചർച്ച വേണോ? നേതൃത്വം തയ്യാറാണ്. സംഘടനാപരമായ ചർച്ചയാണോ? നേതൃത്വം തയ്യാറാണ്. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഈ നേതൃത്വം നിങ്ങൾ അടക്കി ഭരിക്കുന്നല്ല, റബ്ബിന്റെ അടുത്ത് മറുപടി പറയേണ്ടവരാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടുക. അതുകൊണ്ട് ആർക്കും ചർച്ചയ്ക്ക് തയ്യാർ വരാൻ പറയുന്ന ഒരു നേതൃത്വം വേറെ എവിടെയാണ് സഹോദരന്മാരെ കാണാൻ കഴിയുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ യൂണിറ്റി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ചെയ്യണം. ഓരോ പ്രദേശത്തും ശക്തമായ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരണം. ഇവിടെ നമുക്ക് ജില്ലാ നേതൃത്വമുണ്ട്, അതുപോലെ തന്നെ മണ്ഡലം നേതൃത്വമുണ്ട്, യൂണിറ്റ് നേതൃത്വങ്ങളുണ്ട്. എല്ലാവരോടും കൂടിയാലോചിച്ച് ചർച്ച ചെയ്തുള്ള ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ IMB ഹാളിൽ ഇവിടെ അൽഹംദുലില്ലാ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 8:30 വരെ 1.5 മണിക്കൂർ നേരം പരിശുദ്ധ ഖുർആനിന്റെ ഒരു ലേണിംഗ് ക്ലാസ് രൂപത്തിൽ ഖുർആൻ ക്ലാസ് ഇവിടെ നടന്നു വരുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ നടക്കുന്നുണ്ട്. അറിഞ്ഞിട്ടില്ലാത്ത ആളുകളെ അറിയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വരുമെങ്കിൽ വലിയ ഖൈറാണ്. അൽഹംദുലില്ലാ. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ എല്ലാവർക്കും നമുക്കിങ്ങനെ ഒരാഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഒത്തുകൂടുകയും ചെയ്യലുണ്ട്. ഇവിടെ എല്ലാവരും ധാരാളം ആളുകളുണ്ട്. ക്ലാസ്സിൽ ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും ഇവിടെ ആ ക്ലാസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സ്ഥലത്ത് തന്നെയാണ് അങ്ങനെ ക്ലാസ് നടക്കുന്നുണ്ട്. സംബന്ധിക്കാം. അതുപോലെ SLRCന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ തൊട്ടടുത്ത് ബക്ക മസ്ജിദിന്റെ അടുത്തുള്ള ആളുകളാണെങ്കിൽ അവരോട് ഞാൻ പറയുന്നത് അവിടെ ക്ലാസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. കുഴിപ്പുറം ഭാഗത്തുള്ള ആളുകളോട്, ആ പ്രദേശത്തുള്ള സ്ഥലത്തുള്ള ആളുകൾ, ബഹുമാന്യനായ മദനിയുണ്ട് ഇവിടെ, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. ആ സന്ദർഭത്തിൽ ആ പ്രദേശത്തുള്ള ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഓരോ പ്രദേശത്തും നമ്മൾ ശക്തമായി എല്ലാത്തിലും പങ്കെടുത്ത് അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു
അടുത്ത ഞായറാഴ്ച ക്ലാസ് ഇല്ല. അന്ന് മൂച്ചിക്കല് നമ്മള് പിന്നെ സർഗമേള നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പിന്നെ ഒഴിവാക്കിയതാണ്. അതിന്റെ അടുത്ത ഞായറാഴ്ച ഉണ്ടാകും. അപ്പൊ എല്ലാവരോടും ഞാൻ പിന്നെ ശക്തമായി എല്ലാ സ്ഥലത്തും നല്ല ബന്ധവും നല്ല ഒരു രൂപത്തിൽ മുന്നോട്ട് പോകണം. അതിന് എല്ലാവരും കൈമൈ മറന്ന് ഒരുമിച്ചൊന്നാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാ തരത്തിലുമുള്ള ഐക്യം സാധ്യമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ രൂപത്തിലും നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.